VS അച്യുതാനന്ദനോട് പാർട്ടിക്ക് വൈര്യനിരാധന ബുദ്ധിയില്ലെന്നും സമ്മേളനത്തിൽ വന്നിരുന്നെങ്കിൽ സഹകരിച്ച് മുന്നോട്ടു പോകാമായിരുന്നുവെന്നും ആനത്തലവട്ടം ആനന്ദൻ പറഞ്ഞു. നിലപാട് മാറ്റിവന്നാൽ VSനെ ഉൾക്കൊള്ളും. സമ്മേളനത്തിൽ വരാതെ ഒരു നിലപാട് സ്വീകരിച്ചാൽ സഹകരിപ്പിക്കുന്നതായത് ബുദ്ധിമുട്ടില്ല. ഒരാൾ സീറ്റ് ഒഴിച്ചിട്ടിരിക്കുന്നത് VS നിലപാട് തിരുത്തി വരികയാണെന്നുള്ളിൽ അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ തന്നെയാണ്. VSനെതിരെ സമ്മേളനത്തിൽ അഴിമതി ആരോപണം ഉയർന്നിട്ടില്ലെന്നും VS പാർട്ടിയുടെ അവിഭാജ്യ ഘടകമാണെന്നും തോമസ് ഐസക് വ്യക്തമാക്കി. പാർട്ടി അഴിമതി ആരോപണം ഉന്നയിച്ചിട്ടില്ല. എവിടെ ഉന്നയിച്ചിരിക്കുന്നു? VS ഇന്നലെ പ്രകാശ് കാരട്ട് പറഞ്ഞ പോലെ പാർട്ടിയുടെ അവിഭാജ്യ ഘടകമാണ്. അങ്ങനെ തന്നെ തുടരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതേസമയം സംസ്ഥാന സമിതിയിലില്ലാത്ത VS അച്യുതാനന്ദന് പ്രതിപക്ഷ നേതാവായി തുടരാൻ കഴിയില്ലെന്ന് MM ലോറൻസ് മുന്നറിയിപ്പ് നൽകി. സംസ്ഥാന കമ്മിറ്റി ഇല്ലാത്ത ആളെങ്ങനെ പ്രതിപക്ഷ നേതാവായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുപോലത്തെ കാര്യങ്ങളൊക്കെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പാർട്ടി സംഘടന തത്വപ്രകാരം ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയോ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റോ അതിൻ്റെ മുകളിൽ കേന്ദ്ര കമ്മിറ്റിയോ PB ഒക്കെ ഉള്ളത്. അവർ കൈകാര്യം ചെയ്തോളൂ. എന്നാൽ VSന്റെ കാര്യത്തിൽ പിന്നീട് തീരുമാനമെടുക്കുമെന്നും പാർട്ടിയിൽ ഐക്യത്തോടെ തീരുമാനമെടുക്കാൻ കഴിഞ്ഞത് ഗുണകരമാണെന്നും സീതാറാം യെച്ചൂരി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.